2018 ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ സജീവ ചർച്ചയാകുമ്പോൾ ആശങ്കകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി മലയോര ജനത. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ ചപ്പാത്തിൽ സർവമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടന്നു. ഡാമുകൾ ബന്ധപ്പെട്ട ആശങ്കകൾ വേണ്ടെന്നും പുതിയ ഡാം എന്ന കാര്യമാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വീണ്ടും ഉയർന്നു വന്നത്. നവമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയതോടെ തീരദേശവാസികളിൽ വീണ്ടും ആശങ്കയുടെ നിഴൽ ഉടലെടുത്തു. ആ ആശങ്ക ജനപ്രതിനിധികളിലേക്കും സർക്കാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചപ്പാത്ത സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥനയും ഉപവാസവും നടത്തിയത്. സാഹചര്യം ഇപ്പൊ നമുക്ക് കേരളം മൊത്തം ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം ഇങ്ങനെ കത്തിച്ചൊഴിക്കുന്നത് കൊണ്ട് ഒരു തീരദേശവാസികളായ ഞങ്ങളുടെ ആകുലത, ഞങ്ങളുടെ ആശങ്ക അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ പച്ചയായ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ലഭിക്കണം. ഒരു സമരമായിട്ടല്ല, സ്നേഹക്കൂട്ടായ്മയോട് കൂടി ഞങ്ങൾ ആശങ്ക അറിയിക്കുക. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ അധികാരികളോട് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് അധികാരികളെ സഹായിക്കും. അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ സർവമത പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ആവശ്യമാണെന്നും നിലവിൽ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഇല്ലെന്നും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള നിയമസഭയില് ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം, മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകുന്നില്ല. സുപ്രീം കോടതി നിലനിൽക്കുന്ന ഒരു കേസാണെന്ന പരിമിതി നമുക്കുണ്ട്. എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീതി പരത്തുന്ന വാർത്തകൾ ആ നിലയിൽ പ്രചരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ അന്താരാഷ്ട്ര സമിതിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. 2006 മുതൽ 2018 വരെയുണ്ടായിരുന്ന സമരനാളുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയാകാനാണ് മുല്ലപ്പെരിയാർ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി.